ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ആക്ഷൻ ഫിലിം ദ ഗോഡ്സ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്നൈപ്പറായ നമ്മുടെ ഹീറോയെ ഒരുപാട് പണം നൽകി നിഗൂഢമായ ഒരു മലയിടുക്കിൽ കൊണ്ടുപോകുകയും അവിടെയുള്ള ഒരു ടവറിൽ താമസിച്ച് ഒരു വർഷം അവിടെ കാവൽ നിൽക്കാനും പറയുന്നു. ഹീറോയുടെ ടവർ പോലെ മലയുടെ അപ്പുറത്തെ വശത്തും ഒരു ടവർ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഹീറോയിൻ ഉള്ളത്. മാസത്തിലൊരിക്കൽ മാത്രമേ റേഡിയോ വഴി ഇവരെ ജോലിക്ക് വെച്ചവരുമായി സംസാരിക്കാനാവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കാവൽ നിന്നുകൊണ്ടിരുന്ന ആ മലകൾക്കിടയിലെ അഗാധ ഗർത്തത്തിനുള്ളിൽ നിന്നും ട്രീ മോൺസ്റ്റേഴ്സ് പുറത്തു വരികയാണ്. ആ നിഗൂഢമായ സ്ഥലം ഏതാണ്, എന്തിനാണ് അമേരിക്ക ആ സ്ഥലത്തെ സംരക്ഷിക്കുന്നത് എന്നെല്ലാമാണ് മൂവിയുടെ സ്റ്റോറി. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. കഥയുടെ ആരംഭത്തിൽ ഒരു ചെറിയ കുഴിയിലിരിക്കുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേരാണ് ഡ്രാസ. ഡ്രാസ പണത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്ന ഒരു അസസിനാണ്. അതുകൂടാതെ നല്ലൊരു സ്നൈപ്പർ ഷൂട്ടർ കൂടിയാണ്. യൂറോപ്യൻ ഗവൺമെന്റിന് കീഴിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ബൈനോക്കുലർ വെച്ച് 2000 മീറ്റർ അപ്പുറത്തുള്ള ഒരു എയർപോർട്ടിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ. ഈ സമയം അവിടേക്ക് ഒരു പ്രൈവറ്റ് ജെറ്റിൽ വലിയൊരു പണക്കാരൻ വന്നിറങ്ങുകയാണ്. ഇത് കാണുന്നതും ഡ്രാസ ഒരു സ്നൈപ്പർ ഉപയോഗിച്ച് അയാളെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുകയാണ്. ബുള്ളറ്റിന്റെ ഷെൽ അവിടെ നിന്നും എടുത്തുകൊണ്ടു പോവുകയാണ് ഡ്രാസ. ആ സീൻ അവിടെ കട്ടായി. അമേരിക്കയിലുള്ള നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ഇവന്റെ പേരാണ് ലെവി. ലെവിയും ഡ്രാസയെ പോലെ ഒരു വാടക കൊലയാളിയാണ്. അതുകൂടാതെ ലോകത്തിലെ തന്നെ മികച്ച ഒരു സ്നൈപ്പർ ഷൂട്ടർ കൂടിയാണ് ലെവി. പൊളിറ്റീഷ്യൻസിന്റെ വാക്ക് കേട്ട് ഒരുപാട് ആളുകളെ ലെവി കൊന്നിട്ടുണ്ട്. അതിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട ലെവി കുറച്ചു നാളുകളായി ഒന്നും ചെയ്യാതെ സമാധാനമായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ലെവിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. പെൻഡൽട്ടൺ എന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്ന മെസ്സേജ് ആയിരുന്നു അത്. അങ്ങനെ ലെവിയും ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അവിടെ ലെവിയെ മീറ്റ് ചെയ്യാനായി ഒരു ആർമി ഹെഡ് ഉണ്ടായിരുന്നു. നീയാണോ ലെവി? നിന്റെ ഫയലെല്ലാം കണ്ടിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി നിന്റെ ഭാഗത്തു നിന്നും ഒരു മൂവ്മെന്റ്സും ഇല്ലല്ലോ. അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ? എനിക്കൊരു ജോലിയും ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്, അല്ലാതെ വേറെ കാരണമൊന്നുമില്ല എന്ന് പറയുകയാണ് ലെവി. നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ 1 വർഷം നീ കാവൽ നിൽക്കണം. നീ ഒരാളെ കൊല്ലാൻ എത്ര പണം വാങ്ങുന്നോ അതിന്റെ 3 ഇരട്ടി ഞാൻ നൽകാം എന്ന് പറയുകയാണ് ആ ലേഡി. ഒന്ന് ആലോചിച്ച ശേഷം ലെവി അതിന് ഓക്കെ പറയുകയാണ്. അവിടെ സീൻ കട്ടാവുമ്പോൾ ഡ്രാസ അവളുടെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി കൂടാനായി അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. പോയ കാര്യം എന്തായി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതെല്ലാം നന്നായി തീർത്തിട്ടുണ്ട്, എന്നാൽ ബുള്ളറ്റിന്റെ ഷെല്ല് എനിക്ക് തന്നേക്കെന്ന് പറയുകയാണ് അച്ഛൻ. ഡ്രാസ അതെടുത്ത് അച്ഛന് നൽകുന്നത് അയാൾ അതെടുത്ത് ഒരു ചെറിയ ബാഗിൽ ഇടുകയാണ്. അതിൽ നിറയെ ഇതുപോലെയുള്ള ഷെല്ലായിരുന്നു. നീ ചെയ്യുന്ന ഈ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തോണ്ട് മരണത്തിന് ശേഷം നീ സ്വർഗത്തിലേക്ക് പോകണം. ഞാൻ നിനക്ക് വേണ്ടി നരകത്തിലേക്ക് പോവാം എന്നെല്ലാം പറയുകയാണ് ഡ്രാസയുടെ അച്ഛൻ. ഞാൻ പറഞ്ഞ ഡോക്ടറെ നിങ്ങൾ പോയി കണ്ടിരുന്നു. അയാൾക്ക് എന്നെ രക്ഷിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. ക്യാൻസർ എന്റെ ശരീരത്തിൽ മുഴുവൻ പടർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ തനിച്ച് ജീവിക്കുന്നതിനേക്കാൾ സന്തോഷം മരിച്ച് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 14 ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. നീ എന്നെ നിന്റെ അമ്മയുടെ അടുത്ത് തന്നെ അടക്കണം എന്ന് പറയുകയാണ് അയാൾ. ഇതെല്ലാം കേൾക്കുന്ന ഡ്രാസ ഒരുപാട് വിഷമിക്കുകയാണ്. ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു കോൾ വന്നിരുന്നു. ഞാനൊരു ജോലി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിനെന്താണ്, നീ എന്തായാലും അത് ചെയ്തു കൊടുക്കണം എന്ന് അച്ഛൻ പറയുമ്പോൾ ഡ്രാസയും ആ ജോലി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ നമ്മുടെ ഹീറോ ലെവി ഒരു മയക്കത്തിൽ നിന്നും ഉണരുകയാണ്. അവനിപ്പോൾ ഉള്ളത് ഒരു ഫ്ലൈറ്റിലാണ്. എവിടേക്കാണ് പോകുന്നതെന്നോ ഒന്നും ലെവിക്ക് അറിയില്ലായിരുന്നു. ഈ സമയം അവന്റെ അടുത്തേക്ക് ഒരു ലേഡി വരികയാണ്. നീ ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നാൽ അവിടെ ഞങ്ങളുടെ ഒരാളുണ്ടാവും. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും എന്ന് പറയുകയാണ്. അങ്ങനെ ലെവി പാരച്യൂട്ടെല്ലാം ധരിച്ച് താഴേക്ക് ചാടുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന ശേഷം ആ ലേഡി പറഞ്ഞ ലൊക്കേഷനിലേക്ക് ലെവി എത്തുന്നതും അവിടെ സൈമൺ എന്ന പേരുള്ള ഒരു പട്ടാളക്കാരൻ ലെവിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നിന്റെ പേര് ലെവി എന്നല്ലേ? ഒഫീഷ്യൽസ് പറഞ്ഞിരുന്നു നീ വരുമെന്ന്. നിനക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ ഒരു കൊല്ലമായി ഞാനാണ് ഇവിടെ കാവൽ നിൽക്കുന്നത് എന്നെല്ലാം പറയുകയാണ് അയാൾ. എന്റെ ജോലി എന്താണ്? വേറൊന്നുമല്ല, ഇവിടെ ഒരു മലയുണ്ട്. അതിലുള്ള വെസ്റ്റ് സൈഡിലെ ടവറിൽ താമസിച്ച് അവിടെ കാവൽ നിൽക്കണം. അവിടെയെല്ലാം നിറയെ മൈൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നും രാവിലെ എഴുന്നേറ്റ് അതെല്ലാം വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ നമ്മുടെ വെസ്റ്റ് സൈഡ് മുഴുവൻ സാറ്റലൈറ്റ് ടവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മാസത്തിൽ ഒരിക്കൽ മാത്രം നിനക്ക് ഒഫീഷ്യൽസ് ആയി റേഡിയോ വഴി സംസാരിക്കാനാവും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം വീണ്ടും റേഡിയോ ഉപയോഗിക്കാം. ഇതെല്ലാം കേട്ട് ഒരു സംശയത്തോടെ ലെവി സംസാരിക്കുകയാണ്. ഈ കാണുന്ന ടവർ ഞാൻ സംരക്ഷിക്കാം, പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടവർ കൂടിയുണ്ടല്ലോ, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഈ ടവർ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് സംരക്ഷിക്കുന്നത്. അതുപോലെ ആ ടവർ സംരക്ഷിക്കുന്നത് യൂറോപ്പാണ്. ഒരു കാരണവശാലും അപ്പുറത്തുള്ള ആളുമായി നീ സംസാരിക്കരുത്. 1 വർഷമായി ഞാനിവിടെ സംരക്ഷിക്കുന്നു. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്നും പോകും. ഇനിയുള്ള 1 വർഷം നീയാണിവിടെ കാവൽ നിൽക്കേണ്ടത്
എന്തിനാണ് ഇവിടെ ഇത്രയും കാവൽ എന്ന് ലെവി ചോദിക്കുമ്പോൾ ഇതൊരു ഫേക്ക് ടവറാണ്. ഈ മലയിടുക്കുകളുടെ രഹസ്യം പുറം ലോകമറിയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 ടവർ നിർമ്മിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2 രാജ്യങ്ങളും ഈ സ്ഥലം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുകയാണ് സൈമൺ. ഇവിടെ എന്ത് രഹസ്യമാണ് ഉള്ളത്? എന്താണ് ഈ വലിയ മലയിടുക്കുകളുടെ അടിയിൽ എന്ന് ലെവി ചോദിക്കുമ്പോൾ തന്റെ കയ്യിലെ ഒരു ചെറിയ ബോംബെടുത്ത് ആ കുഴിയിലേക്ക് ഇടുകയാണ് സൈമൺ. അത് താഴേക്ക് പോയി പൊട്ടിത്തെറിക്കുന്നതും എന്തോ ഒരു ജീവികളുടെ അലർച്ച കേൾക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടിപ്പോയ ലെവി ഏത് മൃഗങ്ങളുടെ ശബ്ദമാണത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല, ഇതിനു മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്നവർ അതിനെ ഹേലോമാൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ വലിയ കുഴി വിട്ട് അവർ പുറത്തേക്ക് വരരുത്, അതിനുവേണ്ടിയാണ് നിന്നെ കാവൽ നിർത്തുന്നത് എന്ന് പറയുകയാണ് സൈമൺ. അങ്ങനെ അടുത്ത ദിവസം ലെവിയോട് യാത്ര പറഞ്ഞ് സൈമൺ ഒരുപാട് ദൂരത്തേക്ക് നടന്ന ശേഷം ഒരു മലയുടെ മുകളിൽ കയറി ഫ്ലയർ ഇടുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നു. സൈമൺ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന സോൾജർ സൈമനോട് കോഡ് ചോദിക്കുകയാണ്. സൈമൺ അത് പറയുന്നതും കയ്യിലിരുന്ന ഗണ്ണെടുത്ത് ആ സോൾജർ സൈമനെ കൊന്നു കളയുകയാണ്. അവിടെയുള്ള രഹസ്യങ്ങളൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ അവിടെ ജോലി ചെയ്തവരെയെല്ലാം ഇങ്ങനെ കൊന്നു കളയുകയാണ് അവർ. ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം മുതൽ ലെവി അവന്റെ ജോലി തുടങ്ങുകയാണ്. അവിടെയുള്ള മൈനുകളും സാറ്റലൈറ്റുകളെല്ലാം പരിശോധിച്ച ശേഷം അത് ഒഫീഷ്യൽസിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാഡം എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് ലെവി പറയുന്നതും അപ്പുറത്ത് നിന്നും ഒന്നും പറയാതെ കട്ടാക്കുകയാണ്. ഇനി 30 ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അവരെ കോണ്ടാക്ട് ചെയ്യാനാവൂ. ആ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ബുക്സ് ലെവിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ റാക്കിന് പിറകിൽ എന്തോ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ലെവി അതെന്താണെന്ന് നോക്കുമ്പോൾ 1940 തൊട്ട് ആ ടവറിൽ ജോലി ചെയ്തിരുന്നവരെല്ലാം അവിടെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതൊന്നും അധികം ശ്രദ്ധിക്കാതെ ലെവി തോട്ടത്തിലെ പച്ചക്കറികൾ പറിച്ചെടുക്കാൻ പോവുകയാണ്. ഈ സമയം മലയുടെ അപ്പുറത്തുള്ള ടവറിൽ നിന്നും ആരോ മരം മുറിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അത് നമ്മുടെ ഹീറോയിൻ ഡ്രസ് ആയിരുന്നു. ലെവിയെ എങ്ങനെയാണോ പറ്റിച്ചു കൊണ്ടുവന്നത് അതുപോലെ തന്നെയാണ് ഡ്രസ്സയെയും അങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് രാത്രി നല്ല ഇടിയും മഴയുമായിരുന്നു. മിന്നലടിക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേൽക്കുന്ന ലെവി കാണുന്നത് അപ്പുറത്തെ ടവറിൽ മെഴുകുതിരികളെല്ലാം കത്തിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സയെയാണ്. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം ഡ്രസ്സ അവളുടെ ബർത്ത്ഡേ തനിച്ച് ആഘോഷിക്കാനായി ഇരിക്കുകയാണ്. ഈ സമയം ബൈനോക്കുലറിൽ അവൾ ലെവിയെ നിരീക്ഷിക്കുന്നു. ലെവി അപ്പോൾ അവിടെ ബുക്കിൽ ഓരോ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗണ്ണെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത ട്രസ നിന്റെ പേരെന്താണെന്ന് ഒരു ബോർഡിൽ എഴുതി ലെവിയെ കാണിക്കുകയാണ്. അതിന് മറുപടിയായി നീയും ഞാനും വേറെ രാജ്യത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് എഴുതി കാണിക്കുകയാണ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, എനിക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും എന്ന് എഴുതി കാണിക്കുമ്പോൾ ട്രസയുടെ ആ ആറ്റിറ്റ്യൂഡ് ലെവിക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ അവർ ഒരുപാട് നേരം ഓരോ കാര്യങ്ങളായി സംസാരിക്കുകയാണ്. ഇതിനിടയിൽ സ്നൈപ്പർ ഷൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് അവർ. അത് കേൾക്കുന്നതും നിന്റെ ബെസ്റ്റ് റേഞ്ച് എത്രയാണ് എന്ന് ട്രസ ചോദിക്കുമ്പോൾ 3426 മീറ്റർ എന്ന് പറയുകയാണ് ലെവി. ഇത് കേൾക്കുന്നതും ട്രസ അമ്പരന്ന് പോവുകയാണ്. എന്താണെന്നാൽ അവളുടെ മാക്സിമം റേഞ്ച് 2000 മീറ്റർ ആയിരുന്നു. അങ്ങനെ അവർ പരസ്പരം അവരുടെ സ്നൈപ്പർ ഷൂട്ടിങ്ങിലുള്ള കഴിവ് കാണിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ട്രസ ലെവിയുടെ ടവറിന് താഴെ എന്തോ ഒരു കാര്യം കണ്ട് ഷോക്കാകുകയാണ്. താഴേക്ക് നോക്കാൻ ലെവിയോട് പറയുകയാണ് ട്രസ. എന്നാൽ ലെവിക്ക് അവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു ജീവി ലെവിയുടെ ടവറിന് താഴെ നിന്നും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ട്രസയ്ക്ക് അവിടെ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ലെവി തന്റെ ഗണ്ണെടുത്ത് അതിലൂടെ നോക്കുമ്പോൾ മനുഷ്യരെ പോലെ ഇരിക്കുന്ന ട്രീ മോൺസ്റ്റേഴ്സ് അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. ഇതാണ് സൈമൺ പറഞ്ഞ ട്രീ മോൺസ്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കിയ ലെവി അതിനെ ഷൂട്ട് ചെയ്യുകയാണ്. അതോടെ അവിടെയുള്ള മൈനുകളെല്ലാം പൊട്ടാൻ ആരംഭിക്കുന്നു. ട്രസയും ഒരു മെഷീൻ ഗണ്ണെടുത്ത് ലെവിയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ലെവിയുടെ അടുത്തുള്ള ആ ജീവികളെല്ലാം ചത്തുപോവുകയാണ്. അങ്ങനെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോൾ ആ ജീവികൾ ട്രസയുടെ ടവറിലേക്ക് കയറി വരികയാണ്. കയ്യിലിരുന്ന ഗൺ വെച്ച് അവളും അതിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പുറത്തെ ടവറിൽ നിന്നും ഇത് കാണുന്ന ലെവിയും ട്രസയെ ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ആ ജീവികളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. എല്ലാം ഒന്ന് ശാന്തമാവുമ്പോൾ എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മോശം ബെഡ് ഇതാണെന്ന് എഴുതി കാണിക്കുകയാണ് ട്രസ. ഇത് കാണുന്നതും ലെവി ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പൊട്ടിപ്പോയ മൈനിനു പകരം പുതിയ മൈനുകൾ അവിടെ വെക്കുകയാണ് അവർ. ഈ സമയം ഒരു ഡ്രോൺ ആ സ്ഥലത്തേക്ക് വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അത് ആ സ്ഥലം വിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഡിസംബറിൽ അവിടെ മുഴുവൻ മഞ്ഞ് വീഴാൻ ആരംഭിക്കുകയാണ്. ബൈനോക്കുലറിലൂടെ ലെവി നോക്കുമ്പോൾ ട്രസ വളരെ വിഷമത്തിലിരിക്കുന്നത് കാണുകയാണ്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ലൈറ്റ് എല്ലാം എടുത്ത് ഒരു ക്രിസ്മസ് ട്രീയിൽ ഇടുകയാണ്. അത് കാണുന്ന ട്രസ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ രണ്ടുപേരുടെ മനസ്സിലും ഒരു ഇഷ്ടം ഉടലെടുത്തിരുന്നു. അവരുടെ ഇടയിലുള്ള ആ ദൂരം അവരുടെ സ്നേഹത്തെയും ഒരുപാട് വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 14 വരികയാണ്. ആ ദിവസം ട്രസ വളരെ വിഷമത്തിലിരുന്ന് കരയുന്നത് കാണുന്ന ലെവി എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത് എന്ന് എഴുതി കാണിക്കുകയാണ്. എന്റെ അച്ഛന് ക്യാൻസർ ആണ്, ഇന്ന് അദ്ദേഹം സൂസൈഡ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതുകയാണ് ട്രസ. രാത്രി മുഴുവൻ ലെവി ആ കാര്യം ആലോചിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന ലെവി അടുത്ത ദിവസം ആ വലിയ കുഴി മുറിച്ചു കടക്കാൻ ആവശ്യമായ കേബിൾ വയറുകൾ ശേഖരിക്കുകയാണ്.
അതുകൂടാതെ റോക്കറ്റ് ലോഞ്ചറിലെ വെടിമരുന്നെടുത്ത് മാറ്റിയ ശേഷം അതിന്റെ കേബിളിന്റെ ഒരു അറ്റം ഘടിപ്പിച്ച് ശേഷം മറ്റേ സൈഡ് അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയിടുകയാണ്. അങ്ങനെ റോക്കറ്റ് ലോഞ്ചർ എടുത്ത് അപ്പുറത്തെ സൈഡിലുള്ള മരത്തിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. കറക്റ്റായി അത് അവിടെ ലോക്കാവുന്നു. അതിനുശേഷം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കുന്നത് എന്ന് എഴുതി കാണിക്കുന്നു. ഇത് കാണുന്നതും ട്രാസയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ പാരച്യൂട്ടും ഒരു ഗണ്ണും എടുത്ത് പതിയെ അപ്പുറത്തെ സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തു പോവുകയാണ് ലെവി. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർ കണ്ടുമുട്ടുകയാണ്. ലെവി കൊണ്ടുവന്ന ഫ്ലവേഴ്സ് ട്രാസയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് ഡിന്നർ കഴിക്കുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഈ വലിയ കുഴിയിലുള്ള ഹെലോ മാൻസിനേക്കാൾ കൂടുതൽ ഭയം എന്താണെന്ന് അറിയുമോ? ഇനിയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജോലി കഴിയും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ജോലിക്ക് ശേഷം നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഈ ജോലിയെല്ലാം നിർത്തി മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നൊക്കെ സംസാരിക്കുകയാണ് അവർ. അങ്ങനെ അടുത്ത ദിവസം ഒഫീഷ്യൽസുമായി റേഡിയോ വഴി സംസാരിക്കാൻ വേണ്ടി അവന്റെ ടവറിലേക്ക് പോവുകയാണ് ലെവി. എന്നാൽ ഈ സമയം ആ ജീവികൾ മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ലെവി അവിടെ സെറ്റ് ചെയ്തു വെച്ച ബോംബുകളിൽ അവർ സ്പർശിച്ചതും അതെല്ലാം പൊട്ടാൻ ആരംഭിക്കുന്നു. അതോടെ ലെവി പോയിക്കൊണ്ടിരിക്കുന്ന ആ കേബിളും പൊട്ടി ലെവി ആ വലിയ കുഴിയിലേക്ക് വീഴുകയാണ്. അവന്റെ കയ്യിലെ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യുന്നതും ലെവിയുടെ ബോധം പോവുകയാണ്. ഇത് കാണുന്നതും ട്രാസ പെട്ടെന്ന് തന്നെ തോക്കും ബുള്ളറ്റുമെല്ലാം കയ്യിലെടുത്ത് ആ കുഴിയിലേക്ക് ചാടുകയാണ്. അതുകൂടാതെ അവർക്ക് തിരിച്ചു കയറാൻ ആവശ്യമായ ഒരു റോപ്പ് ഗണ്ണും അവൾ എടുത്തിരുന്നു. താഴേക്ക് പോകുമ്പോഴാണ് ആ സ്ഥലം ക്ലിയർ ആയി ട്രാസ കാണുന്നത്. അവിടെ വലിയൊരു കാട് തന്നെ ഉണ്ടായിരുന്നു. ട്രാസ നേരെ ചെന്ന് വീഴുന്നത് ഒരു പുഴയിലായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വരികയാണ് ട്രാസ. ഇതിനിടയിൽ റോപ്പ് ഗൺ അവളുടെ കയ്യിൽ നിന്നും നഷ്ടമായിരുന്നു. എന്നാൽ അത് അവൾ അറിഞ്ഞിരുന്നില്ല. ഈ സമയം ലെവി അവിടെയുള്ള ഒരു മരത്തിൽ തൂങ്ങി കിടക്കുകയായിരുന്നു. ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ ലെവി കാണുന്നത് ജയന്റ് സൈസിലുള്ള ക്രോക്രോച്ചിനെ പോലെ ഒരു ജീവിയെയാണ്. അവന്റെ കയ്യിലുള്ള ഒരു പിസ്റ്റൾ കൊണ്ട് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നാൽ അടുത്ത നിമിഷം ലെവി താഴേക്ക് വീഴുന്നു. അവൻ ചെന്ന് വീഴുന്നത് ഒരു മരത്തിന്റെ വേരിലേക്കാണ്. എന്നാൽ അവൻ വീണതും ആ വേരുകളെല്ലാം ഒരു മാംസം പോലെ പൊട്ടിച്ചിതറുകയാണ്. അതുകൂടാതെ ആ വേരുകൾക്കൊരു അനക്കമുണ്ടെന്ന് ലെവി തിരിച്ചറിയുകയാണ്. പെട്ടെന്ന് ആ വേരിൽ നിന്നും നഖം പോലെയുള്ള വസ്തുക്കൾ വന്ന് ലെവിയെ പിടിച്ചു വെക്കുകയാണ്. അത് പതിയെ അവനെ ഭക്ഷിക്കാനായി ഒരുങ്ങുന്ന സമയം ട്രാസ അവിടേക്ക് വരികയും ലെവിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ നിഗൂഢമായ വനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ചുറ്റും നിറയെ സ്മോക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറിയ ഒരു ട്രീ മോൺസ്റ്റർ അങ്ങോട്ട് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ആ ജീവികളെ അവർ കൊല്ലുന്നു. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവരൊക്കെ ആരാണ്, എങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. പേടിക്കണ്ട, എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ബാഗ് ചെക്ക് ചെയ്യുകയാണ് ട്രാസ. അപ്പോഴാണ് അവൾ കൊണ്ടുവന്ന റോപ്പ് ഗൺ നഷ്ടമായെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഈ സമയം ലെവി അവർ കൊന്നുകളഞ്ഞ ആ ജീവികളുടെ ശരീരം പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവർ സോൾജേഴ്സ് ആണെന്ന് ലെവിക്ക് മനസ്സിലാവുന്നത്. നീ ഇത് നോക്ക്, ഇതെല്ലാം 1940കളിലെ പട്ടാളക്കാരുടെ യൂണിഫോം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇവിടെ വെച്ച് കുറച്ച് പട്ടാളക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവും. അവരായിരിക്കും ഇങ്ങനെ മോൺസ്റ്റേഴ്സ് ആയി മാറിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ സ്ഥലത്തിലൂടെ നടക്കുകയാണ് അവർ. അവിടെ കാണുന്ന എല്ലാ മരങ്ങളും മനുഷ്യന്റെ രൂപമായിരുന്നു. എല്ലാ മരങ്ങൾക്കും എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ചതുപോലെയാണ് കാണപ്പെടുന്നത്. കുറച്ചുകൂടി ഉള്ളിലേക്ക് നടക്കുമ്പോൾ പഴയ കുറെ വീടുകൾ കാണുകയാണ്. അതുകൂടാതെ ഓരോ രാജ്യത്തിലെയും ഫ്ലാഗുകളും അവിടെ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ 4 വശത്തു നിന്നും ആ ജീവികൾ അവരെ ആക്രമിക്കാനായി വരികയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി അവിടെ അടുത്തുള്ള ഒരു ചർച്ചിനുള്ളിൽ കയറുകയാണ് അവർ. ആ ചർച്ചിൽ കുറച്ചാളുകളുടെ ശവശരീരങ്ങളും കാണുന്നുണ്ടായിരുന്നു. അവരെ കയ്യിലെ സൈനൈഡ് ലെവി കാണുകയാണ്. ആ ജീവികളെ ഭയന്ന് ഇവരെല്ലാം സൂയിസൈഡ് ചെയ്തതാവണമെന്ന് അവർ കരുതുകയാണ്. പെട്ടെന്ന് അവിടെ നിന്നും ഒരു ചിലന്തി അവരുടെ അടുത്തേക്ക് വരുന്നു. അതിന്റെ തലയെല്ലാം മനുഷ്യന്റെ തലയോട്ടി പോലെയാണ് കാണപ്പെടുന്നത്. പെട്ടെന്ന് ഒരുപാട് ചിലന്തികൾ അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സമയം ആ മോൺസ്റ്റേഴ്സ് വാതിൽ തകർത്ത് ചർച്ചിലേക്ക് വരുന്നു. കയ്യിലെ ഗൺ ഉപയോഗിച്ച് ഒരുപാട് ഫൈറ്റ് ചെയ്ത ശേഷം ആ ജീവികളെയെല്ലാം അവർ കൊന്നുകളയുന്നു. ലെവി, ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്ക് സേഫ് അല്ല. എത്രയും വേഗം ഇവിടെ നിന്ന് പോവാമെന്ന് പറയുകയാണ് ട്രാസ. പെട്ടെന്ന് തന്നെ ഒരു ബോംബെടുത്ത് ആ ചർച്ച മുഴുവൻ നശിപ്പിച്ച ശേഷം അവിടെ അടുത്ത് കണ്ട ഒരു ഇരുമ്പ് ഡോറിന്റെ അടുത്തേക്ക് ഓടുകയാണ് അവർ. ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഡോർ തുറന്ന് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് അവർ. നോക്കുമ്പോൾ അതിനകത്തും ഒരുപാട് മരത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ചിരുന്നു. പുറത്തു കാണുന്ന ആ വേരുകളെല്ലാം ഇവിടെ നിന്നാണ് പോയിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതുകൂടാതെ അവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്നെല്ലാം കാണാൻ വളരെ വ്യത്യസ്തമായ ചെടികൾ മുളച്ചിരിക്കുന്നത് കാണുന്നു. ഈ സമയത്താണ് ലെവി അവിടെ ഇരിക്കുന്ന ഒരു അസ്ഥികൂടത്തിന്റെ കയ്യിൽ ഒരു റീൽ ഇരിക്കുന്നത് കാണുന്നത്. അതെടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയാണ്. അവിടെ തന്നെയുള്ള ജനറേറ്റർ ഓൺ ചെയ്യുന്നതും മുഴുവൻ പവറും ഓൺ ആവുകയാണ്. ലെവി ആ റീലെടുത്ത് അവിടെയുള്ള ഒരു പ്രൊജക്ടറിൽ ഇടുമ്പോൾ അതിലൊരു സയന്റിസ്റ്റ് ലേഡി വന്ന് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. എന്റെ പേര് എമില. ജൂലൈ 12, 1946 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതും അമേരിക്കയും യൂറോപ്പും ഒരു രഹസ്യ പദ്ധതിക്ക് തുടക്കമിട്ടു. അവരുടെ കീഴിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമിയെ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു അത്.
മനുഷ്യരുടെ DNA ഉപയോഗിച്ച് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തുടക്കമിട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു. എല്ലാം വളരെ നന്നായി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മെഡിസിൻ സാമ്പിൾ ഞങ്ങൾ ഇവിടെ നിന്നും പുറം ലോകത്തേക്ക് അയക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. അതിൽപ്പെട്ട ആ മെഡിസിൻ സാമ്പിൾസ് എല്ലാം പൊട്ടിപ്പോവുകയും അത് ഈ പ്രകൃതിയിൽ ലയിക്കുകയും ചെയ്തു. പതിയെ പതിയെ ഈ വനത്തിനുള്ളിലെ എല്ലാ ജീവികൾക്കും മ്യൂട്ടേഷൻ സംഭവിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ആ ജീവികളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ആളുകൾ ഒരു ആഴ്ച മാത്രമേ നോർമലായി ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഇതുപോലെയായി മാറുമെന്ന് പറഞ്ഞ് അവരുടെ വയറ് കാണിക്കുകയാണ്. അവരുടെ വയറിലും അപ്പോൾ ചെടികൾ പോലെ മുളച്ചിരുന്നു. അങ്ങനെ പതിയെ പതിയെ നമ്മൾ ഒരു മോൺസ്റ്ററെ പോലെയായി മാറും. സത്യം പറഞ്ഞാൽ ഇത് ബാധിക്കുന്നത് മനുഷ്യനെ മാത്രമല്ല, ചെടികൾ, മരങ്ങൾ, ചെറുജീവികൾ എല്ലാത്തിനെയും ഇത് മോശമായി തന്നെ ബാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊരു ആപത്ത് പുറം ലോകത്തേക്ക് പോകരുതെന്ന് കരുതി ഞങ്ങൾ ഈ പ്രദേശത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇനിയൊരു കാര്യം, എല്ലാവർക്കും ഇത് ബാധിക്കില്ല. ആ ട്രീ മോൺസ്റ്റേഴ്സ് കാരണം ആർക്കൊക്കെയാണോ പരിക്ക് പറ്റുന്നത് അവരാണ് ഒരാഴ്ചക്കകം ട്രീ മോൺസ്റ്റേഴ്സ് ആയി മാറുന്നത്. ഇങ്ങനെ പറഞ്ഞ് വീഡിയോ കട്ട് ചെയ്യുകയാണ്. 1946-കളിൽ തന്നെ ഇവർ ഈ പ്രദേശമെല്ലാം നശിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും ഈ ജീവികൾ ഇവിടെ വസിക്കുന്നത്? നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ട്രാസ ഒരു കമ്പ്യൂട്ടറിലേക്ക് ചൂണ്ടുകയാണ്. 1946-ൽ ഇത്രയും ഡെവലപ്ഡായ കമ്പ്യൂട്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനർത്ഥം എന്താണ്? അമേരിക്ക ഇത്രയും വർഷത്തിന് ശേഷവും രഹസ്യമായി ഇവിടെ പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എന്ന് പറഞ്ഞ് ആ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അവർ. അപ്പോഴാണ് അമേരിക്ക ഇപ്പോഴും ആ മോൺസ്റ്റേഴ്സിന്റെ DNA ഉപയോഗിച്ച് സൂപ്പർ ഹ്യൂമൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതുകൂടാതെ ആ വനത്തിന് നടുവിൽ ഒരു വലിയ ബോംബ് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിയാൽ ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം നശിച്ചു പോകും. അതുകൂടാതെ ലെവിയും ട്രാസയും ഉണ്ടായിരുന്ന ആ ടവറും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സെറ്റ് ചെയ്തതാണ്. അതിൽ ഷൂട്ട് ചെയ്താലും ആ വലിയ ബോംബ് ആക്ടിവേറ്റ് ആകും. ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഈ സമയത്താണ് വെടിമരുന്നുകളും ബോംബും വെച്ചിരുന്ന ബാഗ് നഷ്ടപ്പെട്ട കാര്യം ട്രാസ പറയുന്നത്. സോ അതെടുക്കാനായി പുറത്തേക്കിറങ്ങാൻ നിൽക്കുകയാണ് ലെവി. നോക്കുമ്പോൾ അത് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ വേഗം തന്നെ ഒരു സ്മോക്ക് എടുത്ത് അവിടേക്ക് ഇട്ട ശേഷം ട്രാസ വേഗത്തിൽ പോയി ബാഗ് എടുക്കുകയാണ്. എന്നാൽ വളരെ ബുദ്ധിപരമായി ചിന്തിച്ചിരുന്ന ആ ജീവികൾ ആ ബാഗിൽ ഒരു കയർ കെട്ടി വെച്ചിരുന്നു. ട്രാസ ആ ബാഗ് എടുത്തതും അവളെയും വലിച്ചുകൊണ്ടു പോവുകയാണ് ഒരു മോൺസ്റ്റർ. കത്തി ഉപയോഗിച്ച് കയറെടുത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു മരത്തിലിടിച്ച് ട്രാസയുടെ ബോധം പോവുകയാണ്. പിറകെ ലെവി ഓടി വരുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ സ്മോക്ക് നിറഞ്ഞ് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ലെവിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെവി തറയിൽ വലിയൊരു ഓപ്പൺ ഡോർ കാണുകയാണ്. അവളെ അതിനുള്ളിലേക്കാവും കൊണ്ടുപോയതെന്ന് മനസ്സിലായ ലെവി പതിയെ അതിനുള്ളിലേക്ക് പോകുന്നു. ഈ സമയം ട്രാസയെ കൊണ്ടുപോയ ആ മോൺസ്റ്റർ അവളെ ഒരു കയറിൽ കെട്ടിയിട്ട് വയറിലൊരു കമ്പ് കൊണ്ട് കുത്തുകയാണ്. അപ്പോഴാണ് ട്രാസ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ട്രാസ ദേഷ്യത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ മോൺസ്റ്റർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവളെ കൊല്ലാനായി അടുത്തേക്ക് വരുന്നതും ട്രാസ ആ മോൺസ്റ്ററോട് ഫൈറ്റ് ചെയ്യുകയാണ്. ഈ സമയം അങ്ങോട്ട് വന്ന ലെവി ഷൂട്ട് ചെയ്ത് ഒരു വിധത്തിൽ ആ മോൺസ്റ്ററെ കൊന്നുകളയുകയും ട്രാസയെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ലെവി കൊന്നുകളഞ്ഞ ആ മോൺസ്റ്ററെ പരിശോധിക്കുമ്പോൾ അത് പണ്ടവിടെ അവരെ പോലെ കാവലിനായി വന്ന ഒരാളാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോലിക്ക് വന്ന ഒരാളും ഈ പ്രദേശം വിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വന്ന വഴിയിൽ അവർക്ക് തിരിച്ചു പോവാനാവില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവർ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ മുഴുവൻ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ആ മെഡിസിൻ സ്പ്രെഡായ പോലെ നിറയെ വേരുകൾ അവിടെ കാണുകയാണ്. ശബ്ദമുണ്ടാക്കാതെ പതിയെ അതിലൂടെ നടന്നു പോകുന്നു. ഈ സമയം തറയിൽ കിടക്കുന്ന ഒരു വേരിൽ അറിയാതെ ചവിട്ടുകയാണ്. അടുത്ത നിമിഷം ആ വേരുകൾ മുഴുവൻ അവരെ പിടികൂടാനായി തുടങ്ങുകയാണ്. കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മുറിച്ച് രക്ഷപ്പെടുകയാണ്. എന്നാൽ അവസാന നിമിഷം അവരെ കാലിൽ ആ വേരുകൾ പിടികൂടുന്നു. വേറെ വഴിയില്ലാതെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബെടുത്ത് ആ വേരിലേക്ക് എറിയുന്നതും അത് മുഴുവൻ നശിച്ചു പോകുകയാണ്. അങ്ങനെ അവിടെ നിന്നും അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ഷെഡ് അവരുടെ ശ്രദ്ധയിൽ പെടുന്നു. അതിനുള്ളിൽ കയറി നോക്കുന്ന അവർ കാണുന്നത് കുറെ വിന്റേജ് കാറുകളാണ്. പെട്ടെന്ന് തന്നെ അതിലൊരു കാറെടുത്ത് അവരുടെ റോപ്പ് കട്ടായ ഭാഗത്തേക്ക് പോവുകയാണ്. വണ്ടിയുടെ ഒരറ്റത്ത് ആ റോപ്പ് കണക്ട് ചെയ്ത് വണ്ടിയോടുകൂടി അവർ രണ്ടുപേരും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും ആ മോൺസ്റ്റർ അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതിനോടെല്ലാം ഫൈറ്റ് ചെയ്യുകയാണ് അവർ. കാറിനുള്ളിലെ എക്സ്ട്രാ ഫ്യൂവൽ എടുത്ത് ആ മോൺസ്റ്റേഴ്സിന്റെ ദേഹത്തേക്ക് ആക്കിയ ശേഷം ഒരു തീയെടുത്ത് എറിയുന്നതും അതെല്ലാം കത്തിയെരിയുകയാണ്. പെട്ടെന്ന് തന്നെ ലെവിയും ട്രാസയും ഒരു സേഫായ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അവർ വീണ്ടും ടവറിലേക്ക് തന്നെ എത്തുകയാണ്. നമ്മൾ ഇന്ന് റേഡിയോയിൽ ഒഫീഷ്യൽസായി സംസാരിക്കേണ്ട ദിവസമാണ്. ഞാൻ എന്റെ ടവറിലേക്ക് പോവാം, അതിനുശേഷം നിന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞ് അവന്റെ ടവറിലേക്ക് പോവുകയാണ് ലെവി. എന്നാൽ ഇന്ന് ഓഫീസർ സംസാരിക്കുന്നതിന് പകരം ആർമിയുടെ ഹെഡാണ് സംസാരിക്കുന്നത്. ലെവി, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഞങ്ങൾ കുറെ നേരമായി റേഡിയോയിൽ നിന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. നീ ആ വലിയ മലയിടുക്കിലേക്ക് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് ലെവി. നിന്റെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടവറിലെ ലേഡിയും ഒരു റിപ്ലൈയും തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവളായിരിക്കും ആ മലയിടുക്കിലേക്ക് പോയി ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തത് അല്ലേ? അമേരിക്കയുടെ പല രഹസ്യങ്ങളും അവൾ അറിഞ്ഞിട്ടുണ്ടാവും. നീ എത്രയും വേഗം അവളെ കൊന്നുകളയണമെന്ന് ആർമി ഹെഡ് പറയുന്നതും ലെവി ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്യുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും കൂടിയാണ് ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തത് എന്നുള്ള കാര്യം ആ ലേഡി അറിഞ്ഞിരുന്നു.
അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും കൊന്നുകളയാനായി ഒരു ടീമിനെ കൂട്ടി ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അടുത്ത ദിവസം രാവിലെ അവിടെയുള്ള സാറ്റലൈറ്റ് എല്ലാം ചെക്ക് ചെയ്ത് ലെവിയും ട്രസയും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലെവി ഉദ്ദേശിച്ചതുപോലെ തന്നെ അവിടേക്ക് ഒരു ഹെലികോപ്റ്റർ വരികയാണ്. ട്രസ, എത്രയും വേഗം അവിടെ നിന്നും ഓടിപ്പോ എന്ന് വിളിച്ചു പറയുകയാണ് ലെവി. ഇതിനിടയിൽ ആർമി ഹെഡും കുറച്ച് ആളുകളും ലെവിയുടെ ടവറിലേക്ക് എത്തിയിരുന്നു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലായ അവർ ലെവിയെയും ട്രസയും കൊല്ലാനായി ഡ്രോണുകൾ അയക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും ലോകത്തിലെ തന്നെ മികച്ച സ്നൈപ്പേഴ്സ് ആണെന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. സ്നൈപ്പർ ഉപയോഗിച്ച് ഓരോ ഡ്രോൺസും ഷൂട്ട് ചെയ്ത് താഴെയിടുകയാണ് അവർ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് ദൂരത്തേക്ക് പോയിരുന്ന് അവരുടെ ടവറിനടുത്തുള്ള സാറ്റലൈറ്റിലേക്ക് ഗൺ പോയിന്റ് ചെയ്യുകയാണ്. അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും എല്ലാ സാറ്റലൈറ്റുകളും പൊട്ടിത്തെറിക്കാൻ ആരംഭിക്കുന്നു. ഇതേസമയം സ്പാർക്ക് ആ വലിയ വെടിമരുന്നിന് അടുത്തേക്ക് പോയിരുന്നു. ആർമി ഹെഡ് അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല. അതോടെ ആ പ്രദേശവും ആർമി ഹെഡും എല്ലാവരും നശിച്ചു പോവുകയാണ്. കറക്റ്റ് 4.2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ വെടിമരുന്നിന്റെ ആഘാതം ഉണ്ടാവില്ലെന്ന് അറിയാവുന്ന അവർ രണ്ടുപേരും നേരത്തെ തന്നെ സേഫായ സ്ഥലത്ത് എത്തിയിരുന്നു. എന്നാൽ ലെവി മാത്രം അവിടെയുള്ള ഒരു പുഴയിലേക്ക് വീഴുകയാണ്. ലെവിയെയും കാത്ത് ട്രസ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ലെവി വരാതിരിക്കുന്നത് കാണുന്നതും അവൻ മരണപ്പെട്ടെന്ന് കരുതി ട്രസ വളരെ വിഷമത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഫ്രാൻസിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രസ. ഈ സമയം അവിടെയുള്ള ഒരു ടേബിളിൽ ഇരിക്കുന്ന ലെവിയെ അവൾ കാണുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ആ സീൻ കാണിച്ചുകൊണ്ട് ദ ഗോഡ്സ് എന്ന മൂവി അവസാനിക്കുന്നു. ഇനി ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷൻസ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.